കുടുംബാംഗങ്ങളും അവർ സംസാരിക്കുന്നത് നമ്മൾ കണ്ടല്ലോ. ഏതോ വിശ്വാസത്തിൻ്റെ ഏതോ മായാലോകത്തിൽ നിന്ന് സംസാരിക്കുന്ന പോലെയാണ് നമുക്കൊക്കെ അത് അനുഭവപ്പെട്ടത്. പക്ഷേ മാൻ മിസ്സിങ് കേസ് അവിടെ ഉണ്ട്. ഒരു മനുഷ്യൻ്റെ മരണം കൃത്യമായി രേഖപ്പെടുത്താത്ത ഒരു വിഷയം അവിടെ ഉണ്ട്. ഇതൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. നമ്മുടെ നിയമവാഴ്ച നിലനിൽക്കുന്ന ഈ രാജ്യത്ത് ഇത് ഉറപ്പുവരുത്തേണ്ടത് സ്റ്റേറ്റിൻ്റെ ഉത്തരവാദിത്തമാണല്ലോ. ഈ ഒരു എന്താ പറയുക, കുരുക്കുകൾ അഴിയുന്നത് വരെ ആ ഉത്തരവാദിത്തം അതേപോലെ അവിടെ ഉണ്ടാവില്ലേ? ഡെഫിനറ്റ്ലി ഉണ്ടാവും, ഒരു സംശയമില്ല. നമ്മളിപ്പോൾ ഈ സമാധിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പത്തനംതിട്ടയിലെ എലന്തൂരിലൊരു നരബലി നടന്നൊരു സംഭവം നമ്മളുടെ ഓർമ്മയിൽ നിന്ന് പോകരുത്. ഈ നരബലിയെക്കുറിച്ച് അന്വേഷിച്ചതും ഇതേ നിയമ സംവിധാനമാണ്. ഈ പറയുന്ന അന്ധവിശ്വാസങ്ങളെയൊക്കെ സാധൂകരിക്കും, ഇത് ആചാരത്തിൻ്റെ ഭാഗമാണ് എന്നൊക്കെ വാദിക്കാവുന്നൊരു അന്തരീക്ഷം അന്നുണ്ടായിരുന്നു. ആ അന്തരീക്ഷത്തിനൊക്കെ പൊളിച്ചുകൊണ്ടാണ് ഇത് നടന്നത് നരബലിയാണ് എന്ന് നമ്മളുടെ നിയമ സംവിധാനം ആക്ഷേപം ഉന്നയിച്ചത്, അത് അന്വേഷിച്ചത്, ആ കുറ്റപത്രം സമർപ്പിച്ചത്, അതിൻ്റെ ട്രയൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതേ സാധ്യത ഇവിടെയുണ്ട്. ഇത് ഡെഫിനറ്റ്ലി ഇത് അന്വേഷിക്കാനുള്ള ഉത്തരവാദിത്വം സ്റ്റേറ്റിനുണ്ട്, സ്റ്റേറ്റിൻ്റെ ഏജൻസികളായിട്ടുള്ള പോലീസിനുണ്ട്. പോലീസിന് ആ അന്വേഷണത്തിനുള്ള അവസരം, സ്വതന്ത്രവും നിഷ്പക്ഷവുമായ അന്വേഷണം നടത്താനുള്ള ഒരു അന്തരീക്ഷം ഒരുക്കേണ്ട ഉത്തരവാദിത്വം ജില്ലാ ഭരണകൂടത്തിനുണ്ട്. അത് ജില്ലാ ഭരണകൂടത്തിൻ്റെ നേതൃത്വം വഹിക്കുന്നത് ഏത് മതവിഭാഗത്തിൽപ്പെട്ട ആളാണ്, അതിന് ആ ജില്ലാ ഭരണകൂടത്തിൻ്റെ നിർദ്ദേശം നടപ്പാക്കാൻ അവിടെ എത്തിയ സബ് കളക്ടർ ഏത് മതവിഭാഗം, ഇതൊന്നും അവിടെ പരിഗണനാ വിഷയമല്ല. ഇത് നിയമ സംവിധാനം ചെയ്യേണ്ട ഒരു കാര്യമാണ്. ആ നിയമ സംവിധാനത്തിൻ്റെ പല തലങ്ങളിൽ പല വിശ്വാസധാരകളിൽ ഉള്ള മനുഷ്യന്മാരുണ്ടാവും. പേരുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ വിശ്വാസം കൊണ്ടൊക്കെ പല ധാരകളിൽപ്പെട്ട മനുഷ്യന്മാരുണ്ടാവും. പക്ഷെ അവർ ആ വിശ്വാസത്തിൻ്റെ കാര്യമല്ല അവിടെ ചെയ്യുന്നത്, അവർ നിയമം അനുശാസിക്കുന്ന കാര്യമാണ് ചെയ്യുന്നത്. അത് ഡെഫിനറ്റ്ലി ചെയ്യേണ്ട ഉത്തരവാദിത്വം സ്റ്റേറ്റിനാണ്. അത് സ്റ്റേറ്റിന് ചെയ്തേ മതിയാകും. അത് ഇന്ന് ചെയ്താൽ എത്രയും നേരത്തെ സ്റ്റേറ്റ് ചെയ്യുന്നു അത്രയും നല്ലത്. കാരണം നിയമവാഴ്ചയുള്ളൊരു സ്റ്റേറ്റാണ് ഇത് എന്ന് ജനത്തിനോട് പറയാൻ ഇത് എത്രയും വേഗം ചെയ്യുക എന്നുള്ളതാണ് അവർക്ക് ചെയ്യാവുന്നൊരു കാര്യം. അതിലവർ ഭയക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ഈ ആചാരങ്ങളെയൊക്കെ ദുരുപയോഗം ചെയ്യാനുള്ള ആളുകൾ ഇവിടെയുണ്ട്. നമ്മൾ എന്തിനേയും ഇങ്ങനെ രാഷ്ട്രീയമായി ദുരുപയോഗം ചെയ്യാൻ തത്രപ്പെട്ട് നിൽക്കുന്ന ആളുകൾ അപ്പുറത്തുള്ളത് കൊണ്ടാണ് ഈ കാലതാമസം ഉണ്ടാകുന്നത്. ഇനി കാലതാമസം ഉണ്ടായാലും സ്റ്റേറ്റ് അത് ചെയ്തേ പറ്റൂ. ചെയ്ത് നിയമത്തിന് മുന്നിൽ ഇത് അദ്ദേഹം സ്വാഭാവികമായി മരിച്ചതിന് ശേഷം അവിടെ സമാധി ഇരുത്തിയതാണ്. സമാധി എന്നുള്ളത് ഞാനൊരു മറവ് ചെയ്യൽ എന്നുള്ളതിൻ്റെ പേര് മാത്രമായിട്ടാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ചെയ്തതാണെങ്കിൽ അങ്ങനെ അല്ല, അദ്ദേഹം വേറെ ഏതെങ്കിലും തരത്തിൽ അദ്ദേഹത്തിനൊരു ആചാരനിബദ്ധമായി സംസാരിക്കുകയാണെങ്കിൽ, ദുർമരണം സംഭവിച്ചിട്ട് അവിടെ കൊണ്ടുപോയി സമാധി ഇരുത്തുകയാണെങ്കിൽ അങ്ങനെ അത് എന്താണ് എന്ന് വ്യക്തമാക്കുക എന്നുള്ള ഉത്തരവാദിത്വം സ്റ്റേറ്റിനുണ്ട്. അത് സ്റ്റേറ്റ് ചെയ്യും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വേറൊരു കാര്യം കൂടെ ഉണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ സമയം, സ്റ്റേറ്റിൻ്റെ പണം, സ്റ്റേറ്റിൻ്റെ മെഷീനറി, ഇതൊക്കെ അനാവശ്യമായ സംഗതിക്ക് വേണ്ടിയിട്ട് ദുർവ്യയം ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ ഈ നെയ്യാറ്റിൻകരയും പരിസരങ്ങളിലും കാണുന്നത്. ഒരാവശ്യമില്ല. ഒരു പരാതി കൊടുത്താൽ 4 പോലീസുകാർക്ക് വന്ന് അന്വേഷിച്ച്, അല്ലെങ്കിൽ ഒരു ഫോറൻസിക് ഉദ്യോഗസ്ഥനോ അല്ലെങ്കിൽ ഫോറൻസിക് സർജനോ അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ട ആളോ വന്ന് ചെയ്തു പോകാവുന്നൊരു കാര്യത്തിന് അതുപോലും ആവശ്യമില്ലാത്തൊരു കാര്യമാണ്. അതുപോലും ദുർവ്യയമാണ്. ആ ദുർവ്യയത്തിന് അപ്പുറത്തെ ദുർവ്യയമാണ് ഈ മുസ്ലിം തീവ്രവാദി എന്ന് ആക്ഷേപിക്കുന്ന മക്കൾ, അതിനെ പിന്തുണയ്ക്കുന്ന ഇപ്പോൾ ഹിന്ദു ഐക്യവേദി മുതൽ താഴേക്കുള്ള ഏതൊക്കെ സംഘടനകളാണോ ആ സംഘടനകളൊക്കെ ഉണ്ടാക്കി വയ്ക്കുന്നത് ദുർവ്യയമാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നിലവിൽ തന്നെയുള്ള വർഗീയ വിഭജനത്തിന് ഏതൊക്കെ രൂപത്തിൽ ആഴം കൂട്ടാമോ ആ പണിയാണ് അവരെടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് അവസരം ഉണ്ടാക്കാതിരിക്കുക എന്നുള്ളതാണ് സ്റ്റേറ്റിന് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം.